കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മൂന്നാർ യാത്ര ആരംഭിച്ചത് അല്ലേ? അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇനിയും കാണുന്നത്. അടിപൊളി കാഴ്ചകളും മനോഹരമായ വിശേഷങ്ങളും കണ്ടു നോക്കാം. ലൈക്ക് അടിക്കാൻ മറക്കണ്ട. The day I die. നമ്മുടെ യാത്രയിലുടനീളം പാട്ടുകളും ഡാൻസുകളും അടിപൊളി കാഴ്ചകളും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ പാട്ടുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പല പാട്ടുകൾക്കും പകരം വേറെ മ്യൂസിക്കൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡാൻസ് ഒരു വഴിക്ക് പോവും, പാട്ടൊരു വഴിക്ക് പോവും. പക്ഷേ സംഭവം അടിപൊളിയാണ്. നമ്മുടെ യാത്രയിൽ ഇതുവരെ പാട്ട് പാടാത്തവർ വരെ പാട്ട് പാടി ഡാൻസ് കളിച്ചിട്ടാണ് യാത്ര ചെയ്തത്. ഇപ്പോൾ പാടിക്കൊണ്ടുവരുന്ന ഷിഹാബൊക്കെയാണ്. പിന്നെ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഈ യാത്രയിൽ പാട്ട് പാടിയിട്ടുണ്ട്. വരും വീഡിയോസിൽ നമുക്ക് അതെല്ലാം കാണാൻ കഴിയും. ഈ വീഡിയോസിലും നമുക്ക് ഒരുപാട് പേരുടെ പാട്ട് കാണാൻ കഴിയും കേട്ടോ. ആരും പാട്ട് പഠിച്ചവരല്ല, ആദ്യമായിട്ട് പാടുന്നവരുമാണ്.
തുമ്പൂർ മൊഴി വലിയ സുഖാനത്തെ പൊട്ടത്തമ്മ. വെള്ളേ പുള്ളില്ല പിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എന്റെ മുന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു പ്രായത്തിൽ പിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ മുന്നാരെ മാമ്പഴമാകട്ടേന്ന്. കൊച്ചു കൊച്ചു മുറങ്ങൾ ചെയ്യുമ്പോ എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കുഞ്ഞുനാള് ചെറുപ്പത്തിലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലടി എന്റെ കുഞ്ഞേലി. കണ്ണക്കിന് തൊടുതൊടുത്തൊരു കല്യാണി തൊടുതൊടുത്തൊരു കല്യാണി കൊടവരയിൽ കവളിയാടുമ്പോ കണ്ണര് ഞാനൊരു മിന്നായ കണ്ണടി ഞാനൊരു. നമ്മുടെ യാത്ര ആതിരപ്പള്ളിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആതിരപ്പള്ളിക്ക് തൊട്ടടുത്തുള്ള കാഴ്ചകളാണിത്. എനിക്കിത് പാടി തുടിക്കണം പാടണം പാടണം എനിക്കിത് ചാടി കളിക്കണം. ഉച്ചക്ക് നീ എന്റെ കൊച്ചു വരന്തകൾ വാങ്ങുവാ പുകരളി വന്നാലോ എങ്കത കേൾപ്പിക്കാൻ ഞാൻ. ആടണം പാടണം എനിക്കിന്ന് ആടി തുടിക്കണം ആടണം പാടണം എനിക്കിന്ന് ചാടി കളിക്കണം. ആടണം പാടണം എനിക്കിന്ന് ചാടി കളിക്കണം. ആടണം പാടണം എനിക്കിന്ന് ചാടി കളിക്കണം. ആരോരം അവസ്ഥ കാലത്ത് ഞാനൊന്ന് ഓടി നടന്നു വണ്ടി എന്നെ കൊണ്ട് ഇതാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസിലോട്ട് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമൊക്കെ കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറാം. ഞങ്ങൾ പക്ഷേ ആതിരപ്പള്ളിയും വാഴച്ചാലും കയറുന്നില്ല. കാരണം ഈ യാത്ര നമ്മൾ മൂന്നാറിലോട്ടാണ്. മലക്കപ്പാറയും പിന്നെ നമ്മുടെ വാൽപ്പാറയൊക്കെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് മറ്റൊരു ദിവസം ഞാൻ ഇവിടുത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ നേരെ വാൽപ്പാറയെ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിൽ കൂടിയുള്ള യാത്ര ഒരു ഒന്നൊന്നര അനുഭവം കേട്ടോ. നിറയെ കാഴ്ചകളാണ്. ഇതുണ്ടോ, നമ്മൾ പോകുന്ന വഴിക്കൊരു വാട്ടർഫാൾസ് കണ്ടോ. അടിപൊളി കാഴ്ചകൾ നിറഞ്ഞതാണ്. നമുക്ക് ഈ റൂട്ടിലൂടെ നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ കാണുന്നത് കാട് നിറച്ച കാഴ്ചകൾ. ഭാഗ്യമുണ്ടെങ്കിൽ ആനേനെയും കാട്ടുപോത്തിനെയും മാനിനെയും ഒക്കെ കാണാൻ കഴിയും. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പം നമുക്ക് ഈ വാട്ടർഫാൾസ് ഉണ്ടോ, അതുപോലെ മനോഹരമായ കാഴ്ചകൾ ഇറങ്ങിയ വീഡിയോസാണ്. എല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഒരു വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. നല്ല മനോഹരമായ കാടിൻ്റെ ദൃശ്യങ്ങളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള ഈ റൂട്ട് കൂടെയുള്ള യാത്ര ഒരു ഒന്നൊന്നര അനുഭവമായിരുന്നു കേട്ടോ. ഇവന്മാരെ സൂക്ഷിക്കണം കേട്ടോ. നമ്മളങ്ങനെ യാത്ര ചെയ്ത് വാഴച്ചാൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫുഡ് കഴിച്ചിട്ടാണ് യാത്ര ആരംഭിക്കുന്നത്. ഫുഡ് കഴിക്കാൻ നമ്മളിവിടെ ഒരു ഹോട്ടലിൽ നിർത്തുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ തുടർ യാത്ര. ഇത് വാഴച്ചാലിൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലമാണ് കേട്ടോ. വാഴച്ചാൽ വാട്ടർഫാൾസിലോട്ട് കയറുന്ന സ്ഥലമാണത്. അവരുടെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്.
ഈ വഴിക്കുള്ള യാത്രയിൽ അധികം പേര് ഫുഡ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് വാഴച്ചാലിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സ്ഥലങ്ങൾ കാണാം. ഒരു 3-4 ഹോട്ടലുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഫുഡ് വെച്ചിട്ട് യാത്ര തുടരാവുന്നതാണ്. എല്ലാവരും ക്ഷീണം കൊണ്ടാണ്, എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. വണ്ടിയിൽ നിന്ന് പറഞ്ഞ് കാലൊക്കെ ഒന്ന് നിവർത്തുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടർന്നായിരിക്കും. അതിനിടയ്ക്ക് ഒരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടാവും, മങ്കീസ്. അവർ നമുക്കിട്ട് നല്ല പണി തരും. അവരെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കും. നമ്മൾ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിവർത്തിയില്ല, അത് തീരുന്നവരെ കൊടുത്തുകൊണ്ടിരിക്കണം. നീ കൊടുത്തില്ലെങ്കിലും അവർ ചിലപ്പോൾ നമ്മളെ പണിയാക്കും. ഇതുണ്ടോ ഇരിക്കുന്നുണ്ടോ, നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് മാറില്ല. കൊടുത്താലും പ്രശ്നമാണ്, കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ചാടി പിടിച്ച് കളയും. ഒരിക്കൽ ഞങ്ങൾ ആതിരപ്പള്ളി കാണാൻ വന്നപ്പോൾ മോടയിൽ നിന്ന് ഐസ്ക്രീം തട്ടിപ്പറിച്ച ടീമാണ്. മോള് പേടിച്ചിട്ട് വേഗം ചാടി കൊടുത്തുപോയി. ഇവരെ സൂക്ഷിക്കേണ്ട ഒരു ഐറ്റാട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും മലക്കപ്പാറ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ 2 വശത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. ഏത് സമയത്താണ് ഒരു കാട്ടാനനെ കാണുന്നതെന്നോ ഒരു കാട്ടിനെ കാണുന്നതെന്നോ പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ അവരെ നമുക്ക് കാണാൻ പറ്റാതെ ആവും. മാലിനിയുടെ കൽപ്പടവിൽ മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂരുമൊരു പാമരനാം പാടുണരും വേണോതുമാട്ടിടയൻ പ്രാണസഖിത പാടാത്ത വീണയും പാടും, പാടാത്ത വീണയും പാടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അടിപൊളി കാഴ്ചകളാണ്. നമ്മളങ്ങനെ സഞ്ചരിച്ച് അടിപൊളി ഒരു വ്യൂ പോയിൻറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ഡാമും അതിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് ദർശിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മളപ്പോൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിർത്തിയിട്ട് ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അങ്ങ് ദൂരെ നല്ല മനോഹരമായൊരു ഡാമിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ പയ്യെ വണ്ടി സൈഡാക്കി അവിടെ നിന്നും നിങ്ങൾക്ക് ഞാൻ ആ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. എന്ത് സ്റ്റൈൽ, അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. ചെറുതായിട്ട് കോടമഞ്ഞും ഉണ്ട്. അങ്ങനെ അടിപൊളി ഒരു വ്യൂ പോയിൻ്റ്. കുറച്ച് നേരം ഞങ്ങളവിടെ സമയം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ മൂന്നാർ യാത്രയുടെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ കാഴ്ചകളും അടിപൊളി വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.